ഇറാനിൽ ആക്രമണം ഘടിപ്പിച്ച അമേരിക്ക. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിന്മാറാൻ സാധ്യത. ഗൾഫിൽ യുദ്ധ പ്രതീതി. ഇറാന്റെ 90 കേന്ദ്രങ്ങളിൽ US ആക്രമണം. ശക്തമായിട്ടുള്ള തിരിച്ചടിയുമായിട്ട് ടെഹ്റാൻ. സമാധാനം അകലെയാണ്. ഇറാനിലെ റെയിൽവേ പാലങ്ങൾ ആക്രമിച്ച് അമേരിക്ക രംഗത്തെത്തിയത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉയരുന്ന യുദ്ധത്തിന്റെ കനത്ത പുകപടലങ്ങൾ ലോകത്തെ വിനാശകരമായിട്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കൺമുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ ചർച്ച അവസാനിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും യുദ്ധം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെല്ലാം ആകാശത്ത് കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് അല്ലെങ്കിൽ ഒരു മഹാദുരന്തമായിട്ട് ഈ ഒരു സംഘർഷം അതിവേഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ചരിത്രത്തിലെ വലിയൊരു യുദ്ധമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിലടക്കം വലിയ പ്രതീതി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ആകാശത്ത് വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള ആളുകൾ. ആ ഒരു ഭീതിയെ തുടർന്ന് ആളുകൾ പുറത്തിറങ്ങരുതെന്നും ഈ ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ശബ്ദമാണ് അത് എന്നും അവിടുത്തെ മന്ത്രാലയം അല്ലെങ്കിൽ ഭരണവകുപ്പ് മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് ഇറങ്ങുന്നത് വലിയ രീതിയിൽ തന്നെ നിയന്ത്രിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇന്റർസെപ്റ്റുകൾ വഴി ഈ പറയുന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീഴാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അടുക്കെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ അമേരിക്ക യുദ്ധം ഘടിപ്പിക്കുമ്പോൾ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. നമുക്കറിയാം, ആണവ സമ്പുഷ്ടീകരണം ഏകദേശം ഒരു 90-നടുത്ത് എത്തി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. വലിയ രീതിയിലുള്ള ഭയം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. എന്തായാലും വലിയ ഒരു യുദ്ധത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പശ്ചിമേഷ്യ വലിയ അശാന്തിയിലാണ്. രാത്രിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ആരംഭിച്ച തർക്കമാണ് ഇപ്പോൾ സകല അതിരുകളെയും ലംഘിച്ച് ആളിക്കത്തുന്നത്. എന്തായാലും കടലിലും കരയിലും ആകാശത്തും ഒരേ സമയം പെയ്യുന്ന മിസൈൽ മഴകളും അതുപോലെ തന്നെ ജനങ്ങളെ വല്ലാതെ ഭീതിയിലാക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പുമാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ആളിക്കത്തുന്നത്. ഏപ്രിൽ 8-നായിരുന്നു ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. വെടിനിർത്തൽ ധാരണയ്ക്ക് വന്നത് നമുക്കറിയാം. ഫെബ്രുവരി 28-നാണ് സംയുക്ത ആക്രമണം നടക്കാൻ തുടങ്ങിയത്. അതായത് അമേരിക്കയും ഇസ്രയേലും ചേർന്നിട്ട് ഇറാനിലേക്ക് ആക്രമണം തുടർന്നത്. പിന്നീട് ഈ 6 ദിവസങ്ങൾ അടുപ്പിച്ചുള്ള 6 ദിവസങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അന്ന് കൊല്ലപ്പെട്ട ആ നേതാവിന്റെ വിലാപയാത്ര കൂടിയായിരുന്നു. ഈ വിലാപയാത്രക്കിടയിലായിരുന്നു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരുന്നു. ആദ്യം അമേരിക്ക ആരോപണം നടത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. പിന്നീട് യൊമാൻ വഴിയുള്ള ഒരു പുതിയൊരു പാത കൊണ്ടുവന്ന് ആ വഴി കപ്പൽ ഗതാഗതം നടത്താൻ ഒരുങ്ങിയപ്പോഴാണ് ഇറാൻ തിരിച്ചടിച്ചത്. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ യുദ്ധമേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ റെയിൽവേ പാളങ്ങളിലൊക്കെ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. അതായത് 90 ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. എന്തായാലും ഇന്നാണ് ആ ഒരു ഖബറടക്കം നടക്കാനിരിക്കുന്നത്. അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങിന്റെ അവസാന ദിവസം കൂടിയാണ് ഇന്ന്. ആയത്തുള്ള അലി ഖംനിയുടെ ഈ വിലാപയാത്രകളൊക്കെ അവസാനിച്ച് അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ നിന്ന് യാത്രയയപ്പ് നൽകി അല്ലെങ്കിൽ ആ ഒരു ചടങ്ങുകളുടെ ഏകദേശം അവസാന അല്ലെങ്കിൽ നിമിഷം കൂടിയാണ് ഈ വരും മണിക്കൂറുകൾ എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ 90 സ്ഥലങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് പകരമായിട്ട് ഇറാൻ സ്വീകരിക്കുന്ന ആക്രമണം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. കാരണം നിലവിൽ ബഹ്റൈനും കുവൈറ്റും അതീവ ജാഗ്രതയിലാണ്. അവിടെ നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം അകത്ത് തന്നെ ഇരിക്കണമെന്നാണ്, ഒരാൾ പോലും പുറത്തിറങ്ങരുത് എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം അവിടെ നൽകുന്നുണ്ട്. ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഭീതിയിലൂടെയാണ് ഇപ്പോൾ ഗൾഫ് മേഖല കടന്നു പോകുന്നത്. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വ്യോമ
വ്യോമാക്രമണങ്ങൾ അങ്ങോട്ടേക്ക് ഇറാൻ തൊടുത്തുവിടുന്നു. എന്നാലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് അവിടുന്ന് വരുന്ന മിസൈലൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കുവൈറ്റ് മന്ത്രാലയം പറയുന്നത്. എന്തായാലും ബഹ്റൈനും കുവൈറ്റിലും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. ഈ ഒരു സംസ്കാര ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കുക എന്നതുകൂടി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ, അതായത് ഇറാന്റെ നാവിക സംവിധാനത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രധാന കൺട്രോൾ സെന്ററും അമേരിക്കൻ മിസൈലുകൾ തകർത്ത് കളഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ബന്ദർ അബ്ബാസ്, കേഷം സിരിക്ക്, ചബഹാർ ഉൾപ്പെടെയുള്ള വിവിധ തന്ത്രപ്രധാന മേഖലകളിലേക്കാണ് അമേരിക്ക വൻതോതിൽ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. ചുരുങ്ങിയത് 6-7 വൻകിട കേന്ദ്രങ്ങളിലേക്കും ഒരേ സമയം അമേരിക്കൻ ബോംബുകൾ പതിച്ചതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഒരു അടിച്ചമർത്തലിന് മുന്നേ ഒരിക്കലും തലകുനിക്കില്ല എന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ ഒരു പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. എന്തായാലും കുവൈറ്റിലും ബഹ്റിലും പ്രവർത്തിക്കുന്ന US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ വർഷിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെയും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകാതിരുന്ന ജോർദാനിലേക്കും ഇറാൻ ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വെടിനിർത്തൽ ലംഘന സമയത്തൊന്നും ഇറാൻ ലക്ഷ്യം വെക്കാതിരുന്ന ജോർദാന്റെ മണ്ണിലേക്ക് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തിയതോടെ അവിടെ അപായ സൈറണുകൾ മുഴങ്ങിയതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു. മറ്റു ചില ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു കടുത്ത സൈനിക നീക്കത്തിന് പിന്നാലെ ഇനി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ അന്തിമ ചർച്ചകളിൽ നിന്നും തങ്ങൾ പൂർണ്ണമായിട്ട് പിന്മാറുകയാണെന്ന് ഇറാൻ ഔദ്യോഗികമായിട്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിലുപരി ലോകം ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ചരിത്ര പ്രധാനമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആണവ നിർവ്യാപന കരാറിൽ നിന്നും തങ്ങൾ പിന്മാറുമെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഉള്ളത്. ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നയം തന്നെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഇറാന്റെ പുതിയ മുന്നറിയിപ്പ്. ആവശ്യമെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ ആലോചിക്കുമെന്ന തരത്തിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത്. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ ഇറാന്റെ പാർലമെന്റ് ഇപ്പോൾ അടിയന്തര ചർച്ചകൾ നടത്തുകയാണ്. പാർലമെന്റ് ചർച്ചകൾക്ക് ശേഷം ഏതൊരു നിയമമാക്കി മാറ്റി കരാറിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിന്മാറാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു നീക്കം വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായ വൻ ശക്തികളുടെ ആണവ പോരിന്റെ ഭീതിയെ വീണ്ടും ജനിപ്പിക്കുന്നതാണ്. അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനായിട്ട് അന്താരാഷ്ട്ര കപ്പൽപാതയായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്കും അതോടൊപ്പം ബാബുൽ മന്ദബും ഈ പൂർണ്ണമായി അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യുദ്ധത്തിന് മുൻപുള്ള ഒരു സാധാരണ നിലയിലേക്ക് ഒരിക്കലും ഹോർമുസ് ജലപാത തിരിച്ചു വരികയില്ല എന്നാണ് ഇറാന്റെ കടുത്ത നിലപാട്. അങ്ങനെയാണെങ്കിൽ ലോകം മൊത്തം ഇരുട്ടിലാകുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ ഈ ഒരു കടുത്ത തീരുമാനം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വരുത്തി വെക്കാൻ പോകുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിലെ സർവ്വ കാര്യങ്ങളും ഇനി മുതൽ ഇറാൻ മാത്രമായിരിക്കും തീരുമാനിക്കുക എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ആക്രമണം കടുക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഇറാൻ തങ്ങളെ ഭയന്ന് ഫോണിൽ വിളിച്ചെന്നും ഈ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളോട് കെഞ്ചുന്നു എന്നുമാണ് ട്രംപ് ഈ പരിഹാസ രൂപേണ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങളുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം ഇത്രത്തോളം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകേണ്ടത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയൊരു വിലാപത്തിന്റെ പശ്ചാത്തലത്തിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാൻ ടെഹ്റാൻ മടിക്കുന്നില്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ സംഘർഷം ഇനിയും കടുക്കുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് മണ്ണിൽ യുദ്ധം ആളിക്കത്തുന്നത് ഇന്ത്യയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ എംബസികൾ നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും പ്രവാസികളോട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാനും ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായിട്ടും പാലിക്കാൻ എംബസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം കേവലം ഒരു സൈനികമായിട്ടുള്ള ഒരു തകർച്ച മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന കനത്ത ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം കൂടിയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഭീഷണി പോലെ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം നീണ്ടുപോയാൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയോ
നിയന്ത്രണാതീതമായിട്ട് കുതിച്ചുയരും, അതിൽ സംശയമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. സമാധാനം എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ നിന്നുമാണ് മേഖല വീണ്ടും ഒരു കനത്ത സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിടിവാശിയുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിലേറെ നീക്കങ്ങളുമായിട്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത്. ഈ വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളിലൂടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് തിരികെ എത്തിയേക്കും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും തീരുമാനങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി. ആണവായുധ കരാറിൽ നിന്ന് പിന്മാറുന്നു. അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ മുഴക്കി ഇനി യുദ്ധം തന്നെയെന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു രംഗത്തേക്ക് ഇരു രാജ്യങ്ങളും കൊമ്പ് കോർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധം വീണ്ടും ഒരു വലിയ പ്രശ്നമായിട്ട് മാറിത്തീരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും സമാധാനം എന്ന് പറയുന്നത് വളരെ അകലെയാണ്. ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി കഴിഞ്ഞാൽ പലരും പട്ടിണിയിലാകും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടും. ഈ മരുന്നുകളും ഭക്ഷണവും പല സാധന സാമഗ്രികളും കിട്ടാത്ത ഒരു അവസ്ഥയാകും. അങ്ങനെയാണെങ്കിൽ പല രാജ്യങ്ങളും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് കടക്കേണ്ടി വരും. എന്തായാലും സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് തന്നെ അവർ പറയുന്ന കാര്യമാണ് യുദ്ധം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നം നേരിടേണ്ടി വരുമെന്നുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇനി ആരാകും മധ്യസ്ഥത വഹിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കാം അടുത്ത കാര്യം എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇറാൻ ഒട്ടും പിന്മാറില്ല, തങ്ങളുടെ പരമാധികാരം ആർക്കു മുന്നിലും കാഴ്ചവെക്കില്ല, ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.